ആകാശവാണി വാർത്താവീക്ഷണം. ജൻജാതീയ ഗൗരവ് ദിവസ്. തയ്യാറാക്കിയത് സിനോവ് സത്യൻ. അവതരണം ശ്രീലത. കാലാകാലങ്ങളായി അടിച്ചമർത്തലിനിരയായി കഴിഞ്ഞുവന്ന രാജ്യത്തെ ഗോത്ര ജനതയ്ക്ക് മികച്ച ജീവിത നിലവാരത്തിനും അന്തസ്സിനുമായി ജീവിതം ഉഴിഞ്ഞുവെച്ച മഹത് വ്യക്തിത്വമാണ് ഭഗവാൻ ബിർസ മുണ്ട. ഈ ഗോത്ര നേതാവിനോടുള്ള ആദരസൂചകമായി രാജ്യം അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 15 എല്ലാ വർഷവും ജൻജാതീയ ഗൗരവ് ദിവസ് അഥവാ ഗോത്രവർഗ അഭിമാന ദിനമായി ആചരിക്കുന്നു. ഗോത്രവിഭാഗങ്ങൾ ഇന്ന് കൈവരിച്ച പുരോഗതിയുടെ പിന്നിൽ ഭഗവാൻ മുണ്ടയുടെ സമാനതകളില്ലാത്ത പോരാട്ടത്തിന്റെ ചരിത്രമുണ്ട്. 2024 രാജ്യം അദ്ദേഹത്തിന്റെ 150ാം ജന്മവാർഷിക ആഘോഷത്തിന് തുടക്കം കുറിക്കുമ്പോൾ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി സ്മാരക നാണയവും തപാൽ സ്റ്റാമ്പും പുറത്തിറക്കി. ഒപ്പം ഗോത്ര സമൂഹത്തെ മുഖ്യധാരയിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനുള്ള കൂടുതൽ നടപടികൾക്കും ഗവൺമെന്റ് തുടക്കം കുറിച്ചിട്ടുണ്ട്. 1875 നവംബർ 15 റാഞ്ചിയിലെ മുണ്ട എന്ന ഗോത്രവർഗ വിഭാഗത്തിൽ ജനിച്ച ബിർസ മുണ്ടയുടെ ജീവിതമത്രയും പോരാട്ടത്തിൻ്റെതായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മാതൃരാജ്യത്തെ മോചിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലേക്ക് എടുത്തുചാടാൻ യുവാവായ ബിർസയ്ക്ക് ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല. ആദിവാസികളെ സംഘടിപ്പിച്ച് ഉൽഗുലാൻ എന്ന പേരിൽ സംഘടന ആരംഭിച്ച് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുകയായിരുന്നു ധീരനായ ആ ഗോത്ര യുവാവ്. ബിർസ മുണ്ടയെ സംബന്ധിച്ച് പിന്നീട് വരാനിരിക്കുന്ന എത്രയോ വൈവിധ്യമാർന്ന പോരാട്ടങ്ങളുടെ തുടക്കം മാത്രമായിരുന്നു അത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായ പോരാട്ടത്തിൽ ബീഹാറിലും ഝാർഖണ്ഡിലുമുള്ള ഗോത്ര വിഭാഗങ്ങളെ കൂടി ഒപ്പം ചേർത്ത് അദ്ദേഹം നടത്തിയ പോരാട്ടം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ തങ്കലിപികളാലാണ് എഴുതി ചേർക്കപ്പെട്ടത്. ജനിച്ച അതേ നാട്ടിലെ ജയിലിൽ 1900 ജൂൺ 9 മരിക്കുമ്പോൾ കേവലം 25 വയസ്സു മാത്രമായിരുന്നു അദ്ദേഹത്തിന് പ്രായം. ഇത്രയും ചെറുപ്രായത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായ ബിർസ അതോടൊപ്പം ഗോത്രവർഗത്തിന്റെ അവകാശത്തിനായും അവരെ ചൂഷണം ചെയ്യുന്നതിനെതിരായും അതിശക്തമായ പോരാട്ടമാണ് നയിച്ചത്. ജീവിതം തുടങ്ങേണ്ട പ്രായത്തിൽ തന്നെ സമരവീഥിയിൽ സമരസൂര്യനായി എരിഞ്ഞടങ്ങിയ ബിർസ മുണ്ടയ്ക്ക് കാലം എത്ര കഴിഞ്ഞാലും ഓരോ ഇന്ത്യക്കാരന്റെ മനസ്സിലും അചഞ്ചലമായ സ്ഥാനമുണ്ടാകും. ഇന്ത്യൻ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിനെ അലങ്കരിക്കുന്ന ഛായാചിത്രങ്ങളിലൊന്ന് ബിർസ മുണ്ടയുടേതാണ്. ഇത്തരത്തിൽ ആദരിക്കപ്പെട്ട ഏക ഗോത്രവർഗക്കാരനും അദ്ദേഹമാണ്. ബിർസ മുണ്ട എന്ന ഗോത്രവർഗ നേതാവിന്റെ പോരാട്ട വീര്യം ഇന്നും ഓരോ ഝാർഖണ്ഡുകാരന്റെയും രക്തത്തിലുണ്ട്. ബിർസ മുണ്ടയോടുള്ള ആദരസൂചകമായി റാഞ്ചി വിമാനത്താവളത്തിന് അദ്ദേഹത്തിന്റെ പേര് നൽകി. കൂടാതെ അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾക്കുള്ള അംഗീകാരമെന്ന നിലയിൽ ഗോത്രവർഗ ആദിവാസി വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി സർക്കാർ നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. രാജ്യത്തെ മറ്റു നിരവധി സ്ഥാപനങ്ങൾക്കും ബിർസ മുണ്ടയുടെ പേര് നൽകി അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്തുന്നുണ്ട്. ബിർസ മുണ്ട കാർഷിക സർവകലാശാല, ബിർസ മുണ്ട അത്ലറ്റിക് സ്റ്റേഡിയം തുടങ്ങിയവ അവയിൽ ചിലതാണ്. ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ മഹാശ്വേതാ ദേവിക്ക് 1979 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ആരണ്യ അധികാർ എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രം ബിർസ മുണ്ടയാണ്. രാജ്യം സ്വാതന്ത്ര്യലബ്ധിയുടെ 77 വർഷം പിന്നിടുമ്പോൾ ബിർസ മുണ്ട എന്ന സ്വാതന്ത്ര്യ സമര പോരാളി തുടങ്ങിവച്ച പോരാട്ടങ്ങൾ ഏറ്റെടുക്കാനും ഗോത്രവിഭാഗത്തിന്റെ ജീവിത നിലവാരം ഉയർത്താനും കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഗോത്രവിഭാഗങ്ങളിലുള്ളവർക്ക് 58 ലക്ഷം വീടുകളും 1.5 കോടി ശൌചാലയങ്ങളും 91 ലക്ഷം ആയുഷ്മാൻ കാർഡുകളും നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ ആദിവാസി വിഭാഗങ്ങളോടുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധത വ്യക്തമാക്കി 5 കോടി ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന 80,000 കോടി രൂപയുടെ ധർത്തി ആബ ജൻജാതി ഗ്രാം ഉത്കർഷ് അഭിയാൻ, 476 ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ വഴി 1.33 ലക്ഷം പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം, 3900 വൻധൻ വികാസ് കേന്ദ്രങ്ങളിലൂടെ 12 ലക്ഷം പേർക്ക് സംരംഭകത്വത്തിനുള്ള അവസരം, 23 ലക്ഷത്തിലധികം പേർക്ക് ഭൂമിയുടെ അവകാശമായി പട്ടയ വിതരണം തുടങ്ങിയ വികസനക്ഷേമ പ്രവർത്തനങ്ങളാണ് സർക്കാർ നടപ്പാക്കിയത്. 2014 ഗോത്ര വിഭാഗങ്ങളുടെ ഉടമസ്ഥതയിൽ 55 ലക്ഷം ഏക്കർ സ്ഥലം മാത്രമുണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 191 ലക്ഷം ഏക്കറായി വർദ്ധിച്ചത് കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയ്ക്കുള്ള ഉദാഹരണങ്ങളിൽ ഒന്നുമാത്രമാണ്. ഇതുകൂടാതെ 12 ഇനം വന ഉൽപ്പന്നങ്ങൾക്ക് മാത്രം ലഭ്യമായിരുന്ന താങ്ങുവില ഇപ്പോൾ 87 ഇനങ്ങൾക്കായി വർദ്ധിപ്പിക്കുകയും ഗോത്രവിഭാഗങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതിന്റെ ഭാഗമായി അരിവാൾ കോശരോഗം പ്രതിരോധിക്കാൻ 4.6 കോടിയിലധികം പേരിൽ പരിശോധന നടത്തുകയും ചെയ്തു. ഇതോടൊപ്പം ഗോത്രവർഗ നേതാക്കളുടെ പോരാട്ട വീര്യത്തിന് അർഹമായ അംഗീകാരം നൽകാനും സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി. ഗോത്രവർഗ ശൗര്യത്തിനും ധീരതയ്ക്കുമുള്ള ആദരമായി സ്വാതന്ത്ര്യസമര സേനാനി മ്യൂസിയങ്ങളുടെ നിർമ്മാണത്തിന് അംഗീകാരം നൽകിയിട്ടുണ്ട്.
ആഗോള നയതന്ത്ര ബന്ധങ്ങൾ ശക്തമാക്കുന്നതിനൊപ്പം രാജ്യത്തെ ഗോത്രവിഭാഗങ്ങളുടെ തനതു സംസ്കാരവും പാരമ്പര്യവും ആഗോളതലത്തിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി അവരുടെ കരകൗശല കലാസൃഷ്ടികൾ ആഗോള നേതാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മാനിച്ചിട്ടുണ്ട്. ഈ സമ്മാനങ്ങളിൽ ലോകത്തിൽ നിർമ്മിച്ച രാജ്യത്തിന്റെ പാരമ്പര്യത്തിന് മാറ്റുകൂട്ടുന്ന ഡോക്ര ശില്പങ്ങൾ ഓസ്ട്രേലിയ, ബ്രസീൽ, കുക്ക് ദ്വീപുകൾ, ടോങ്ങ എന്നിവിടങ്ങളിൽ നിന്നുള്ള രാഷ്ട്രത്തലവന്മാർക്ക് നൽകിയിട്ടുണ്ട്. ആകർഷകമായ നിറങ്ങളിലുള്ള സങ്കീർണമായ അലങ്കാര മികവ് പ്രകടമാക്കുന്ന ഝാർഖണ്ഡിൽ നിന്നുള്ള സൊഹ്റായ് പെയിന്റിങ്ങുകൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും മധ്യപ്രദേശിൽ നിന്നുള്ള ഗോണ്ട് പെയിന്റിംഗ് ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുലാ ഡ സിൽവയ്ക്കും സമ്മാനിച്ചു. ഉസ്ബെക്കിസ്ഥാനിലെയും കോമറോസിലെയും നേതാക്കൾക്ക് മഹാരാഷ്ട്രയുടെ ഗോത്ര പൈതൃകമായ വാർലി ചിത്രങ്ങൾ നൽകിയും ആദരിക്കുകയുണ്ടായി. ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള നിരന്തര ശ്രമങ്ങളുടെ ഭാഗമായി 75ലധികം ഗോത്ര ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ഗോത്ര സമൂഹങ്ങളുടെ വൈവിധ്യമാർന്ന ഭാഷകൾ, പാരമ്പര്യങ്ങൾ, സാംസ്കാരിക സമ്പ്രദായങ്ങൾ എന്നിവ രേഖപ്പെടുത്തുന്നതിനും സൂക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി രാജ്യത്താകെ 300ലധികം ഗോത്ര പൈതൃക സംരക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ജൻജാതീയ ഗൗരവ് ദിവസത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഭഗവാൻ ബിർസ മുണ്ടയുടെ 150ാം ജന്മവാർഷിക ആഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ഇതിനോടനുബന്ധിച്ച് ബീഹാറിലെ ജമുയിയിൽ 6640 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും അദ്ദേഹം സമാരംഭം കുറിച്ചു. ഗോത്രവർഗ്ഗക്കാർക്കായി അടച്ചുറപ്പുള്ള വീടുകൾ, ഗോത്രവർഗ്ഗത്തിലെ കുട്ടികളുടെ ഭാവി മെച്ചപ്പെടുത്തുന്നതിനായി സ്കൂളുകളും ഹോസ്റ്റലുകളും, ഗോത്രവർഗ്ഗ സ്ത്രീകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ, ഗോത്രമേഖലകളെ ബന്ധിപ്പിക്കുന്ന റോഡുകൾക്കായുള്ള പദ്ധതികൾ, ഗോത്രവർഗ്ഗ സംസ്കാരം സംരക്ഷിക്കുന്നതിനായി ഗോത്ര മ്യൂസിയങ്ങളും ഗവേഷണ കേന്ദ്രങ്ങളും എന്നിവയ്ക്കായുള്ള 1.5 ലക്ഷത്തോളം അനുമതി പത്രങ്ങൾ എന്നിവ പദ്ധതികളിൽ ഉൾപ്പെടുന്നു. ഗോത്രവർഗ പാരമ്പര്യം സംരക്ഷിക്കാൻ സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ വ്യക്തമാക്കിയ പ്രധാനമന്ത്രി നിരവധി ഗോത്ര കലാകാരന്മാർക്ക് പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള കാര്യവും ചൂണ്ടിക്കാട്ടി. ഗോത്ര നേതാക്കളായ ബാദൽ ഭോയിയുടെ നാമധേയത്തിൽ മധ്യപ്രദേശിലെ ചിദ്വാരയിലും രാജശങ്കർ ഷായുടെയും കുൻവർ രഘുനാഥ് ഷായുടെയും പേരിൽ ജബൽപൂരിലും ഗോത്ര മ്യൂസിയങ്ങൾ ഉദ്ഘാടനം ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ പ്രാചീന ചികിത്സാ സമ്പ്രദായത്തിൽ ഗോത്ര സമൂഹത്തിന്റെ മഹത്തായ സംഭാവനകൾക്ക് ഊന്നൽ നൽകിയ പ്രധാനമന്ത്രി ഇത് ഭാവി തലമുറയ്ക്ക് പുതിയ മാനങ്ങൾ നൽകുമെന്നുള്ള പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ബിർസ മുണ്ടയെപ്പോലെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ കേരളത്തിന്റെ ധീരനായ ഗോത്രവർഗ നേതാവാണ് തലക്കൽ ചന്തു. പഴശ്ശിരാജയുടെ കുറിച്യപ്പടയുടെ തലവനായിരുന്ന ചന്തുവിനെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ ദിവസം കൂടിയാണ് നവംബർ 15. ഗോത്രവർഗ വിഭാഗം കൂടി വികസിക്കുമ്പോൾ മാത്രമേ രാജ്യവികസനം യാഥാർത്ഥ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ദിനാചരണ സന്ദേശത്തിൽ പറഞ്ഞു. സ്വാതന്ത്ര്യ സമര പോരാട്ട ചരിത്രത്തിലെ ജ്വലിക്കുന്ന ഏടായ ഭഗവാൻ ബിർസ മുണ്ട നടത്തിയ പോരാട്ടങ്ങളുടെ തുടർച്ചയും അദ്ദേഹം പൂർത്തീകരിക്കാനാകാതെ ബാക്കിവെച്ച ആഗ്രഹങ്ങളും ഇന്ന് നടപ്പാക്കുകയാണ്. ഗോത്രവിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിച്ച് തുല്യ അവകാശങ്ങളും അവസരങ്ങളും ലഭ്യമാക്കുമ്പോൾ മാത്രമേ ജനാധിപത്യം അതിന്റെ ശരിയായ അർത്ഥത്തിൽ നിലനിൽക്കുകയുള്ളൂ. അതിലേക്കുള്ള ചുവടുവയ്പ്പുകളാണ് ഇപ്പോൾ സർക്കാരും നടത്തുന്നത്. രാജ്യം ഭഗവാൻ ബിർസ മുണ്ടയുടെ 150ാം ജന്മവാർഷികം ആഘോഷിക്കുന്ന ഈ വേള ഗോത്രവിഭാഗങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനുള്ള വേദിയാകട്ടെ എന്ന് പ്രത്യാശിക്കാം. അതിനായുള്ള പ്രവർത്തനങ്ങളിലും അണിചേരാം. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. ജൻജാതീയ ഗൗരവ് ദിവസ്. തയ്യാറാക്കിയത് സിനോ സത്യൻ.